ഇന്നത്തെ റെസിപ്പി ഒരു സമൂസയാണ്. ഒരു വ്യത്യസ്തമായ സമൂസയാണിത്. ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂസ നല്ല ക്രിസ്പിയാണ്, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സമൂസ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇടുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കന് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതാണിത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സമൂസ തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ല വലിയ ബ്രെഡായിട്ട് കിട്ടും, അതുപോലെ പൊട്ടിപ്പോകുകയില്ല. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് നമ്മുടെ മസാല എത്ര ഉണ്ടോ അതിന് കണക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബ്രെഡും ഞാനിവിടെ സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. ഈ മസാല വെച്ചതിന് ശേഷം 2 കോണും ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ വിരൽ മുക്കിയിട്ട് വെള്ളത്തോട് കൂടിയിട്ട് ഈ ബ്രെഡിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ വെള്ളത്തോട് കൂടി നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കണം.
ഇതിങ്ങനെ നന്നായിട്ട് അമർത്തി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ ഉള്ളിയുള്ള മസാല പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ അമർത്തി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് മുഴുവനും ഇതുപോലെ അമർത്തിയെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളിത് എങ്ങനെയും ഓപ്പണായിട്ട് വരില്ല. ഇപ്പം ഇതിൻ്റെ സൈഡ് നന്നായിട്ട് അമർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ബാക്കി സമൂസയും തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. നമ്മുടെ സമൂസ മുങ്ങി പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഈ സമൂസ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി എണ്ണ ചൂടായാലും മാത്രമേ ഈ സമൂസ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് കളർ മാറി വരും. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിടാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് പെട്ടെന്ന് കരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ബ്രെഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ സമൂസയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കുന്ന സമൂസയേക്കാൾ വളരെ എളുപ്പമാണ് ഈ ഒരു സമൂസ തയ്യാറാക്കാൻ. അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഈ വ്യത്യസ്തമായ സമൂസ നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.